എത്രമാത്രം മർദ്ദിച്ചാലും ഇപ്പോൾ ഒരു ലാത്തി കൊണ്ടും ഒരു ഉണക്ക ഷീൽഡ് കൊണ്ടൊക്കെ മർദ്ദിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തെ അങ്ങ് ഇല്ലാതാക്കാനെന്ന് വിചാരിച്ചാൽ അതിനി ADGP അജിത് കുമാറല്ല, ശശിയല്ല, അവർക്ക് വേണ്ടി കുഴലൂതുന്ന കുറേ SI മാരും CI മാരും അടങ്ങുന്ന ആ വാനരസേന, ശശിസേന, ഇനി ആര് വിചാരിച്ചാലും ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, CPM ആഭിമുഖ്യം മാത്രമല്ല, CPM-ൻ്റെ മെമ്പർഷിപ്പുള്ള പോലീസുകാരനാണോ അവനെന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. തുടക്കം മുതൽ, ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങളെ മനഃപൂർവ്വമായി പ്രൊവോക്ക് ചെയ്യാനും ഈ ഒരു ലാത്തി ചാർജിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത്. അയാൾ തുടക്കം മുതൽ തന്നെ പ്രവർത്തകരുടെ മേലിട്ട് അനാവശ്യമായി കയറുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ആ അടി ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടി ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളിത് കാണണം. എന്നെ മർദ്ദിച്ച പോലീസുകാരൻ പാളയം ലോക്കൽ സെക്രട്ടറിയുടെ കൂടെ നിൽക്കുന്ന ചിത്രമാണിത്. പാളയം ലോക്കൽ സെക്രട്ടറിയുടെ കൂടെ നിൽക്കുന്ന ഇടതുവശത്തുള്ളത് CI ഷാഫിയും അപ്പുറം നിൽക്കുന്ന ഈ SI ജിജിമോനാണ്. ഇയാളാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇയാൾ AKG സെൻറ്ററിൽ നിന്നാണോ ഇയാൾ ശമ്പളം മേടിക്കുന്നതെന്നാണ് ഞങ്ങളുടെ സംശയമുള്ളത്. കാരണം വളരെ കൃത്യമായിരുന്നു, മനഃപൂർവ്വമായി അടിക്കുക, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിക്കുക, അതിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ വളഞ്ഞിട്ടടിക്കുക എന്നുള്ള സമീപനമാണ് എടുത്തത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുക, ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡ് കുറ്റക്കാരെ നിയമ നടപടികളിലൂടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. അതിന് ഈ ഒരു ഉണക്ക ലാത്തി വെച്ച് തലയടിച്ച് പൊളിച്ചാൽ അതിൽ നിന്നുള്ള ആ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഏതെങ്കിലും ഉന്നതൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാമുള്ള. 2, MR അജിത് കുമാറിൻ്റെയും P ശശിയുടെയും പിണറായി വിജയൻ്റെയും ഈ അധോലോക സർക്കാരുണ്ട്, ഈ അധോലോക സംഘമുണ്ട്. ആ അധോലോക സംഘത്തെ താഴെ ഇറക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലുണ്ടാവും. അത് ലാത്തി കൊണ്ടും തോക്കുകൊണ്ടും നേരിട്ടാലും ഞങ്ങൾ ഈ സമരമുഖത്ത് തന്നെ കാണും. ഒരു സംശയവും വേണ്ട. അടിക്കാൻ പറ്റുന്നവനൊക്കെ അടിക്കട്ടെ. ഞങ്ങൾ നാളെയും തെരുവിലുണ്ട്. നാളെ KPCC-യുടെ മാർച്ചുണ്ട്. അടുത്ത ദിവസം തൊട്ട് യൂത്ത് കോൺഗ്രസ് കൃത്യമായ സമരത്തിലുണ്ട്. അടിക്കാൻ പറ്റുന്നവനൊക്കെ ലാത്തിയും തൂക്കുമായി തെരുവിൽ വരട്ടെ. ബാക്കി തെരുവിൽ വെച്ച് ഞങ്ങൾ നേരിട്ടോളാം.